ഹായ് ഓൾ, വെൽക്കം ടു അവർ ന്യൂ സെക്ഷൻ. ഇന്ന് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് സ്റ്റുഡൻസിന്റെ ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എക്സാം എടുത്തിട്ടുണ്ട്, എല്ലാവരും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ അത് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 6 ബ്ലോക്കുകളും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചധികം യൂണിറ്റ്സ് നമുക്ക് ഏകദേശം 19 യൂണിറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. യെസ്, ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു 6 ബ്ലോക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് വന്നിട്ട് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ തന്നെയാണ്. അപ്പൊ എന്താണ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടോ? ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ. എന്താണ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിറ്ററേച്ചർ പഠിക്കുന്നത്? ഇപ്പൊ എല്ലാവരും +2 കഴിഞ്ഞ് ഡിഗ്രി അല്ലെ ഇംഗ്ലീഷ് എടുത്തവരായിരിക്കും, അല്ലെങ്കിൽ ലിറ്ററേച്ചർ പഠിക്കാൻ ആ ഒരു ആഗ്രഹം വെച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ലിറ്ററേച്ചർ പഠിക്കുന്നത്? എന്താണ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വേറെ സബ്ജക്ട് നിങ്ങൾ ഓപ്റ്റ് ചെയ്യാഞ്ഞത്? അപ്പൊ നമുക്കറിയാം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലെ. കുറെ സാഹിത്യങ്ങൾ, കുറെ എഴുത്തുകാര്, കുറെ അധികം കോൺട്രിബ്യൂഷൻസ്, കുറെ അധികം വർക്ക്സ് ഒക്കെ ഉണ്ട് ഇവിടെ ലിറ്ററേച്ചറിനകത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് വന്നിട്ട് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ. അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്താണ്? വാട്ട് ഈസ് ലിറ്ററേച്ചർ? എന്താണ് ലിറ്ററേച്ചർ എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ യൂണിറ്റിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റി. എങ്ങനെയാണ് ലിറ്ററേച്ചറും സൊസൈറ്റിയും തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്നത്? പിന്നെ യൂണിറ്റ് 3 വരുന്നത് വാട്ട് ഈസ് ലിറ്ററേച്ചർ. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് എ ടെക്സ്റ്റ്. എന്താണ് ലിറ്ററേച്ചർ? എന്താണ് ഒരു ടെക്സ്റ്റ്? ഓക്കെ, അപ്പോൾ ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ടെക്സ്റ്റുകളും എന്താണ്? കോൺട്രിബ്യൂഷൻസ് ആണ് അല്ലെ, ഓരോ ഓതേഴ്സിന്റെയും കോൺട്രിബ്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിനകത്ത് ഈ പറയപ്പെടുന്ന കാര്യങ്ങളാണ്. എന്താണ് ലിറ്ററേച്ചർ? ആ ലിറ്ററേച്ചറിന് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് കാണുന്നത്. ദെൻ വാട്ട് അബൌട്ട് ദി സെക്കൻഡ് ബ്ലോക്ക്? മേജർ പീരീഡ്സ് ഓഫ് ലിറ്ററേച്ചർ. ഓക്കെ, മേജർ പീരീഡ്സ് ആണ് ലിറ്ററേച്ചറിനകത്ത് വരുന്ന മേജർ ആയിട്ടുള്ള പീരീഡ്സ് ആണ്. നമുക്കറിയാം ആ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ വൈസ് ആണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എന്തായിരിക്കും? നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് വന്നിട്ട് എന്താ? ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്. സെക്കൻഡ് യൂണിറ്റ് റിനൈസൻസ് ആണ്. തേർഡ് യൂണിറ്റ് നിയോ ക്ലാസിക്കൽ ഏജ് ആണ്. ഇതൊക്കെ നമുക്ക് കുഞ്ഞു ക്ലാസ് മുതലേ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഓരോ ടൈം പീരീഡ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന ആ ഒരു സമയം മുതൽ തന്നെ എന്താണ് ഇതൊക്കെ അറിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യും? പഠിച്ചു പോവാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്, തേർഡ് ബ്ലോക്ക് വന്നിട്ട് മേജർ പീരിയഡ്സ് ഓഫ് ലിറ്ററേച്ചർ തന്നെയാണ്. അപ്പൊ 1, 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സെയിം സാധനം തന്നെയാണ്, ബ്ലോക്ക് വൈസ് തിരിച്ചു വന്നേ ഉള്ളൂ കേട്ടോ. യെസ്, ബ്ലോക്ക് 3 ഫസ്റ്റ് യൂണിറ്റ് വന്നിട്ട് റൊമാൻറ്റിക് ഏജ് ആണ്. റൊമാൻറ്റിക് ഏജ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വിക്ടോറിയൻ ഏജ് ആണ് അത് കഴിഞ്ഞിട്ട് വരുന്നത്. നെക്സ്റ്റ് മോഡേൺ പീരീഡ് ആൻഡ് ദ 4th യൂണിറ്റ് ഈസ് പോസ്റ്റ് മോഡേൺ പീരീഡ്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ദി ഫോർത്ത് ബ്ലോക്ക് വന്നിട്ട് ഫസ്റ്റ് യൂണിറ്റ്. പിന്നീട് നമ്മൾ എന്താണ് ഓരോ ജോണേഴ്സ് ഒക്കെയാണ് പഠിക്കുന്നത്. പോംസ്, നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ് ഒക്കെയാണ് പിന്നീട് നമുക്ക് ഒരു 4th ബ്ലോക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് വന്നിട്ട് ജനറൽ പ്രൊലോഗ്, ദി കാന്റംബറി ടെയിൽസ്. അറിയോ ചോസറിന്റെ കാന്റംബറി ടെയിൽസ് കേട്ടിട്ടുണ്ടോ? ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് ആണ് ചോസറിന്റെ 14th സെഞ്ചുറിയിൽ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ട്, അതായത് നമുക്ക് കുറെ ഒന്നും പഠിക്കാനില്ല. എന്ത് മാത്രമാണ് പഠിക്കാനുള്ളത്? പ്രലോഗ് മാത്രമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ദി സെക്കൻഡ് യൂണിറ്റ് വന്നിട്ട് എപ്പിത്തലാമിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, എപ്പിത്തലാമിയൻ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോമാണ്, അത് പറയാൻ പറ്റും, എഡ്മണ്ട് സ്പെൻസറിന്റെ. ഓക്കെ, ദെൻ യൂണിറ്റ് 4 വന്നിട്ട് ഹാംലെറ്റ് അല്ലെ. നമുക്കറിയാം വില്യം ഷേക്സ്പിയറിന്റെ ഏറ്റവും മാസ്റ്റർ പീസിൽ ഒന്നാണെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. എന്താണ്? ടു ബി ഓർ നോട്ട് ടു ബി, ഹാംലെറ്റ്. ഹാംലെറ്റിനകത്തെ ഒരു സെല്ലുലോക്കി വരുന്നുണ്ട് പഠിക്കാൻ. ഓക്കെ, അതാണ് നമ്മളെ 3rd യൂണിറ്റിനകത്ത് നമ്മൾ പഠിക്കുന്നത്. വളരെ വൈഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, വളരെ എന്താണ് കുറച്ച് മാത്രം പഠിച്ചാൽ മതി. ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ അല്ലെ. പെട്ടെന്ന് ജോയിൻ ചെയ്തേ, നമുക്ക് വേഗം തീർക്കാനുണ്ട്. യെസ്, 5th ബ്ലോക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു പിന്നീട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഷോർട്ട് സ്റ്റോറി സെക്ഷൻ. പിന്നെയും ഇത് അതായത് ഓരോ ജോണേഴ്സും നിങ്ങൾക്ക് മിക്സപ്പ് ചെയ്തിട്ടാണ് അതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് യൂണിറ്റ് എന്താണ്? സർ റോജോ അറ്റ് ദി എസൈസസ് ആൻഡ് ദെൻ ഫ്രാങ്കൻസ്റ്റൈൻ, ദെൻ ഡോവർ ബീച്ച്. ഓക്കെ, ദെൻ 6th ബ്ലോക്കിനകത്ത് പിന്നീട് 3 യൂണിറ്റ്സ് തന്നെ വരുന്നുള്ളൂ. ഏതൊക്കെയാ? ആംസ് ആൻഡ് ദ മാൻ, ഈസ്റ്റർ 1916 ആൻഡ് എ ഹാങ്ങിങ്. ഇത്രയും യൂണിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യണം? പെട്ടെന്ന് തീർക്കണം. പോസിബിൾ ആവില്ല എന്നറിയാം, പക്ഷെ നമുക്ക് ഇനി ടൈം ഇല്ല. ഇനി നിങ്ങൾക്ക് ഈ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാനുള്ള സമയം നമുക്കുള്ളൂ. അല്ലാണ്ട് ഇനി ആദ്യം മുതൽ പഠിക്കാനുള്ള സമയമൊന്നും നമുക്കില്ല. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം? നല്ല രീതിക്ക് തന്നെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? ഒരു എക്സാമിനെ നമ്മൾ എങ്ങനെയാ പേടി കൂടാണ്ട് അറ്റൻഡ് ചെയ്യുക?
ഇങ്ങനെയൊക്കെ നമുക്കത് നല്ല രീതിയിൽ എഴുതാൻ പറ്റും നമുക്ക്. അതായത് ഹറിബറി ആയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യരുത്. എക്സാമിന് പോകുന്നതിന്റെ മുന്നേ എന്ത് ചെയ്യരുത്, അതായത് എക്സാം ഹാളിലേക്ക് കയറുന്നതിന്റെ മുന്നേ ഒരിക്കലും എന്ത് ചെയ്യരുത്, പിന്നെ ഹറിബറി ആയിട്ട് ഈ സാധനം മറിച്ച് നോക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അപ്പോൾ കയറുന്നതിന്റെ മുന്നേ തന്നെ എന്ത് ചെയ്യണം, ഏകദേശം അതായത് ഇന്ന് നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കേണ്ട ഒരു ദിവസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഒക്കെ കൂടി ക്ലാഷ് ആയിട്ട് ബുദ്ധിമുട്ടാവില്ല എന്നാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് നല്ലോണം വായിക്കാം, ഡീപ്പായിട്ട് വായിക്കാം, നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക. അതായത് ഒരു തവണ മനസ്സിലായി എന്ന് വരില്ല, പിന്നീട് എന്ത് ചെയ്യാം, അപ്പൊ രണ്ടാമത്തെ തവണ വായിക്കുക. രണ്ടാമത്തെ തവണയും മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യണം, മൂന്നാമത്തെ തവണയും വായിക്കണം. ഓക്കെ, അങ്ങനെ വേണം ചെയ്യാൻ, അത് ശ്രദ്ധിക്കാം. പിന്നെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കണം. യെസ്, ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ് ഓക്കെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ് നമ്മൾ എല്ലാ യൂണിറ്റ്സും കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ആൻസർ ചെയ്യുക. അപ്പൊ നമുക്ക് ചിലപ്പോൾ അറിയുന്ന ആൻസർ ആയിരിക്കും, നമ്മൾ കുറേ അധികം എന്ത് ചെയ്യും, എഴുതി വെക്കും. പക്ഷെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ലെങ്കിൽ അത് ഡിസ്ക്വാളിഫൈ ചെയ്യും. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹാൻഡ് റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ തന്നെ നല്ല ഹാൻഡ് റൈറ്റിംഗ് കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുക, എഴുതുക, പാരഗ്രാഫ് വൈസ് തിരിച്ചെഴുതിക്കോളാം. ലിറ്ററേച്ചർ ആണ്, ഗ്രാമർ ഒക്കെ നോക്കും, അതൊക്കെ എന്ത് ചെയ്യണം, നല്ല ഇതുപോലെ തന്നെ ശ്രദ്ധിച്ചെഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ആരെങ്കിലും വെയിറ്റ് ചെയ്യണോ, ആരെങ്കിലും ഇനി വരുമോ, സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഞാൻ പ്രത്യേകമായിട്ട് തിരിച്ചിട്ടില്ല, യൂണിറ്റ്സ് തിരിച്ചിട്ടില്ല, പക്ഷെ ഓരോന്നും ആ ഒരു ചാപ്റ്റർ വൈസ് തന്നെയാണ് ഞാൻ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഡിഫൈൻ ലിറ്ററേച്ചർ ആൻഡ് ഡിസ്കസ് വൈ ഇറ്റ് ഈസ് കൺസിഡേർഡ് ഡിഫിക്കൽട്ട് ടു പ്രൊവൈഡ് എ സിംഗിൾ യൂണിവേഴ്സൽ ഡെഫിനിഷൻ. അപ്പൊ എന്താണ് ലിറ്ററേച്ചർ, എന്താണ് ലിറ്ററേച്ചർ? നമുക്കറിയാം, കുറെ അധികം നമുക്ക് കയ്യിൽ നിന്ന് എടുത്ത് എഴുതേണ്ടി വരും, പക്ഷെ ഇവിടെ ഡെഫിനിഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ലിറ്ററേച്ചറിന് ഡെഫിനിഷൻ മസ്റ്റ് ആയിട്ടും ആഡ് ചെയ്തേക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. എങ്ങനെയാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന വേർഡ് ഇതിൽ നിന്ന് വന്നിട്ടുള്ളതാ? ലിറ്ററേച്ചറ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്, ലിറ്ററേച്ചർ എന്ന് പറയുന്ന ടേം വന്നേക്കുന്നത്. ഓക്കെ, അതിന്റെ മീനിങ് എന്താ പറയുന്നത്, എന്താ മീനിങ് എന്താ, റൈറ്റിംഗ് ഫോം വിത്ത് ലെറ്റേഴ്സ്. എന്താണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്? നമ്മുടെ വേർഡ്സ് വർത്ത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പോയട്രി, സ്പോണ്ടേനിയസ് ഓവർഫ്ലോ എന്നൊക്കെ പറഞ്ഞതുപോലെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്താ, ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാണ്ട് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അത് ലെറ്റർ ഫോമിൽ എന്ത് ചെയ്യാണ്, യെസ്, നമ്മൾ സ്പ്രെഡ് ചെയ്യും, എക്സ്പ്ലോർ ചെയ്യുന്നു. അതാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നിങ്ങൾ അത് എടുത്തതിൽ നിങ്ങൾ എന്താ വളരെയധികം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് കാണുക, നന്നായിട്ട് വായിക്കുക, ടെക്സ്റ്റുകൾ, ഓരോ ഇപ്പോൾ പോംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ ഷോർട്ട് സ്റ്റോറീസ് ആയിക്കോട്ടെ, ഫിക്ഷൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, വായിക്കണം. ഈ ബുക്സ് ഒക്കെ അവൈലബിൾ ആണ് ലൈബ്രറിക്കകത്തൊക്കെ. അപ്പൊ അതൊക്കെ പോയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ചെയ്യാം കേട്ടോ. യെസ്, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ലിറ്ററേച്ചർ എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിന്റെ മീനിങ് ഞാൻ പറഞ്ഞു, റൈറ്റിംഗ് ഫോംഡ് വിത്ത് ലെറ്റേഴ്സ് അല്ലെ. അത് ഒരാളുടെ ഉള്ളിൽ നിന്നും എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എന്താണ് ഈ ലെറ്റേഴ്സ് ഫോമിൽ വന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ആ ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, പിന്നീട് എന്താ പറയുന്നത്, അതായത് ഈ ഒരു ലിറ്ററേച്ചറിന് കൃത്യമായിട്ട് ഒരു ഡെഫിനിഷൻ ഇല്ല എന്നുള്ളത്. കാരണം എന്താ, കാലാനുസൃതമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതായത് കുറെ അധികം ഓതേഴ്സ് വരുന്നു, അവർ കുറെ അധികം കോൺട്രിബ്യൂഷൻസ് നടത്തുന്നു ലിറ്ററേച്ചറിനകത്ത്. അപ്പൊ കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ ഇല്ലാത്തൊരു സംഭവമാണ് എന്ത്, ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ റൈറ്റിംഗ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലിറ്ററേച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്, വളരെ എസ്തെറ്റിക് ആയിട്ട് എഴുതുന്നതും അല്ലെങ്കിൽ എന്താ പറയാ ആർട്ടുമാർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സിനെയാണ് നമ്മൾ അധികം ലിറ്ററേച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യാറ് എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ അങ്ങനെ ആയിരിക്കും ഈ ഒരു ആൻസറിന്റെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്, ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് ഒറിജിൻ ചെയ്തു, അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യപ്പെടേണ്ടത്, അതേപോലെ തന്നെ ഏതുമായിട്ടാണത് അല്ലെങ്കിൽ ഏത് വർക്ക്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിക്കകത്ത് നമ്മൾ എങ്ങനെയാണ് പെടുത്തുന്നത്, എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടാകുമ്പോഴാണ് ഒരു ലിറ്ററേച്ചർ ആണ് അല്ലെങ്കിൽ സാഹിത്യമാണ് അത് നമ്മൾ പറയപ്പെടുന്നത്. ഈ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ആൻസറിൽ വരുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ മെയിൻ ജോണർ ഓഫ് ലിറ്ററേച്ചർ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വ്യത്യസ്ത തരത്തിലുള്ള ജോണേഴ്സ് എന്താണ് ലിറ്ററേച്ചറിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന പോയട്രി, നമുക്കറിയാം പ്രോസ്, ഡ്രാമ, ഇതൊക്കെയാണ് ലിറ്ററേച്ചറിനകത്ത് വിവിധ തരത്തിലുള്ള ജോണേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി പോയട്രി എന്താണ്, ഞാൻ പറഞ്ഞു നമ്മളെ വേർഡ്സ്വർത്ത് പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കത് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പി ജിക്കാർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാനുണ്ട് കേട്ടോ. യെസ്, അപ്പൊ പോയട്രി എന്ന് പറയുന്ന ഒരാളുടെ മനസ്സിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാണ്ട് വരുന്ന പുറത്തേക്ക് വരുന്ന എന്താണ് ആ ഒരു ഫ്ലോ ഓഫ് ഇമോഷൻ ആണ് എന്തെന്ന് പറയുന്നത് പോയട്രീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി പ്രോസ് ആയി കഴിഞ്ഞാലോ,
എന്താണ്, അതും ഒരു സാഹിത്യ രൂപമാണെന്ന് പറയാം. നോവൽസ്, ചെറുകഥകൾ, ഷോർട്ട് സ്റ്റോറി, അതുപോലെ തന്നെ ജീവചരിത്രം, ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രോസിനകത്ത് കൂടുതലായിട്ട് വരുന്നത്. വാട്ട് അബൌട്ട് ഡ്രാമ? ഡ്രാമാസ് എന്താണ്? സ്റ്റേജ്ഡ് ആണല്ലേ, സ്റ്റേജ്ഡ് ആണ് അത്. അതായത് മറ്റൊരാളുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? യെസ്, എന്ത് പറയുന്നത്? ഡ്രാമ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ക്ലിയർ ആണല്ലോ? മെയിൻ ജോണേഴ്സ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ എല്ലാവർക്കും? ജോയിൻ ചെയ്യാത്ത എന്താ? കുറെ പേര് ഇനി ജോയിൻ ചെയ്യാനുണ്ടല്ലോ, വേഗം വരൂ. യെസ്, ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ശ്രദ്ധിക്കണം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓറൽ ലിറ്ററേച്ചർ, റിട്ടൺ ലിറ്ററേച്ചർ ആൻഡ് വിഷ്വൽ ലിറ്ററേച്ചർ. ഗിവ് എക്സാമ്പിൾ ഫോർ ഈച്ച്. അപ്പൊ എന്താണ്? എക്സാമ്പിൾ സഹിതം എന്ത് ചെയ്യണം? ഇത് ഡിഫൈൻ ചെയ്ത് എഴുതണം എന്നുള്ളതാണ്. ഓറൽ ലിറ്ററേച്ചർ, റിട്ടൺ ലിറ്ററേച്ചർ, വിഷ്വൽ ലിറ്ററേച്ചർ. അപ്പൊ ഇതൊക്കെ ലിറ്ററേച്ചർ എന്തുണ്ട്, വിവിധ തരത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ചെയ്യാം. അതായത് ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓറൽ ലിറ്ററേച്ചർ എന്താണെന്നാ പറയുന്നത്. എന്താണ്? യെസ്, വായ കൊണ്ട്. ഓറൽ എന്ന് പറയുമ്പോൾ എന്താ? വായ കൊണ്ട് വരുന്നതാണ് അല്ലെ, അല്ലെങ്കിൽ തലമുറകളായിട്ട് വാമൊഴിയായിട്ട് വരുന്ന ലിറ്ററേച്ചറിനാണ്, അല്ലെങ്കിൽ വാമൊഴിയായിട്ട് കൈമാറ്റം ചെയ്ത് വരുന്ന ലിറ്ററേച്ചറിനാണ് എന്ത് പറയുന്നത്? ഓറൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ബാലൻസ് ഒക്കെ ഇതിനുള്ള എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അതായത് എക്സാമ്പിൾ സഹിതം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം? എഴുതാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. യെസ്, വാട്ട് അബൌട്ട് റിട്ടൺ ലിറ്ററേച്ചർ? ഇനി എന്താണ്? എനിക്ക് ക്ലിയർ ആയില്ല ക്വസ്റ്റ്യൻ. എന്താണ് 8 മാർക്ക് ക്വസ്റ്റ്യൻ? ചാപ്റ്റേഴ്സിന്റെ നെയിം പറയണേ മിസ്. എന്താ? എനിക്ക് മനസ്സിലായില്ല. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞേ. 8 മാർക്കിന് ചോദ്യം വരുന്ന, അല്ലെങ്കിൽ ആ ചോദ്യം വരുന്ന ഭാഗമാണോ ചോദിക്കുന്നത്? എന്താ ചോദിക്കുന്നേ? വേഗം പറഞ്ഞേ, സമയമില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കണം. റിട്ടൺ ലിറ്ററേച്ചർ. റിട്ടൺ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എഴുത്ത് രൂപത്തിൽ വരുന്ന ലിറ്ററേച്ചറിനെയാണ് എന്ത് പറയുന്നത്? യെസ്, റിട്ടൺ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, പറയാം. ഇത് എല്ലാത്തിനും ചോദ്യങ്ങൾ വരും, എല്ലാത്തിനും എസ്എ ക്വസ്റ്റ്യൻ എല്ലാ ചാപ്റ്ററിനും വരും എന്നുള്ളതാണ് സത്യം. അപ്പൊ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യാൻ? നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. യെസ്, ഞാൻ പറയാം കേട്ടോ. കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യം പറയാം. റിട്ടൺ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ എഴുത്ത രീതിയിലുള്ള ലിറ്ററേച്ചറിനെ തന്നെയാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഏകദേശം മനസ്സിലാവും എന്നുള്ളതാണ്. നെക്സ്റ്റ് വിഷ്വൽ ലിറ്ററേച്ചർ ആണ്. അപ്പൊ എന്തായിരിക്കും വിഷ്വൽ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ? പ്രേക്ഷകരുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സാഹിത്യമാണ് എന്ത് പറയുന്നത്? വിഷ്വൽ. വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതിനാണ് വിഷ്വൽ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഓഡിയൻസിന് മുന്നിൽ പെർഫോം ചെയ്യപ്പെടുന്ന ലിറ്ററേച്ചറിനെയാണ് എന്ത് പറയുന്നത്? വിഷ്വൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഈ 3 എണ്ണം ക്ലിയർ ആണല്ലോ? വേഗം പറഞ്ഞേ. ഓ, വാഹിദ് ഫയർ ഒക്കെ തരുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ദെൻ യെസ്. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ഹൗ ലിറ്ററേച്ചർ റിഫ്ലക്ട് സൊസൈറ്റി. ഇനി എങ്ങനെയാണ് ലിറ്ററേച്ചർ നമ്മുടെ സൊസൈറ്റിയെ റിഫ്ലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സൊസൈറ്റിയും ലിറ്ററേച്ചറും എപ്രകാരം കണക്റ്റഡ് ആണോ എന്ന് ഞാനൊരു ചോദ്യം. നിങ്ങൾ എന്താ പറയാ? വേഗം പറയണേ. കണക്റ്റഡ് ആണോ ലിറ്ററേച്ചറും സൊസൈറ്റിയും? വേഗം പറഞ്ഞേ. കണക്റ്റഡ് ആണോ ലിറ്ററേച്ചറും സൊസൈറ്റി? ആണോ? ഞാൻ പറയാണ്, ലിറ്ററേച്ചർ ഒരു സൊസൈറ്റിയുടെ എന്താ പറയുക ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ കൾച്ചറൊക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സഞ്ജിത, എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? ഒന്ന് പറഞ്ഞേ വേഗം. എങ്ങനെയാണ് കണക്ട് ആണെന്ന് പറയാൻ പറ്റുക? കറക്റ്റ് ആണ്, കണക്റ്റഡ് ആണ് ലിറ്ററേച്ചർ സൊസൈറ്റിയും തമ്മിൽ. ഒന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ. റിസ്വാൻ അല്ല എന്ന് പറയുന്നു. അതെന്തുകൊണ്ട് അല്ല എന്ന് പറയുന്നേ? റീസണും കൂടെ പറയണം കേട്ടോ. യെസ് ഓർ നോ മാത്രമല്ല, എനിക്ക് റീസണും കൂടെ കിട്ടണം. എന്തുകൊണ്ട്? അത് നമ്മളിപ്പോ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിന്റെ അപ്പുറത്തൊരു നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ എന്താണെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ അഭിപ്രായം പറയുന്നത്. ഇനി ഇത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അഭിപ്രായം പറയാണ്ടിരിക്കരുത് കേട്ടോ. ഇറ്റ് ഇൻഫ്ലുവൻസ് സൊസൈറ്റി. യെസ്, എപ്രകാരം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ലിറ്ററേച്ചർ റിഫ്ലെക്ട്സ് ദി ലൈഫ് ആൻഡ് കൾച്ചർ ഓഫ് പീപ്പിൾ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർട്ടിക്കുലർ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഈ പറയപ്പെടുന്ന രീതിയിലുള്ള സംസ്കാരത്തെയും ലൈഫ് സ്റ്റൈലിനെയും ഒക്കെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ലിറ്ററേച്ചർ. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ പഠിക്കുന്ന ലിറ്ററേച്ചർ ആണ്. ലിറ്ററേച്ചർ എല്ലാതുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, കൾച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്, ഹിസ്റ്ററിയുമായിട്ട് കണക്റ്റഡ് ആണ്, സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അങ്ങനെ തന്നെ എഴുതി വെക്കണം കേട്ടോ. കണക്റ്റഡ് അല്ല എന്ന് പറയരുത്, കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ഒക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അത് സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് സിസ്റ്റങ്ങൾ എന്ത് ചെയ്യുന്നു? ബാധിക്കുന്നുണ്ട്. അപ്പൊ അതായത് സൊസൈറ്റിയുമായി റിലേറ്റഡ് ആണെന്ന് പറയുമ്പോൾ ഈ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, എക്കണോമിക് ആയിക്കോട്ടെ, സോഷ്യൽ, ഇതൊക്കെ എന്താണ്? സൊസൈറ്റിയുമായി റിലേറ്റഡ് ആയി വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതുമായിട്ടൊക്കെ ഇതിന് കണക്ഷൻ ഉണ്ട്, ലിറ്ററേച്ചറിന് കണക്ഷൻ ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ
എവിടെ പോയി? യെസ്, ജെയിൻ ഓസ്റ്റിന്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് എന്ന് പറയുന്ന ഒരു വർക്കിനകത്ത് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒരു വിഷയം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട് കേട്ടോ. വെൽത്തി മാൻ ഇൻ 19th സെഞ്ചുറി ഇംഗ്ലണ്ട് വേർ മാരേജ് ആൻഡ് വെൽത്ത് അക്യുമുലേഷൻ വർ കീ ലൈഫ് ഗോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബുക്കിനകത്ത് പറയുന്നുണ്ട് 19ാം നൂറ്റാണ്ടില് വെൽത്തി ആയിട്ടുള്ള പുരുഷന്മാരെ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് ചിന്താഗതിയും പ്രതിപാദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു വർക്കാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതൊരു ചോദ്യം വരുമ്പോഴും എക്സാമ്പിൾ കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലതാ. യെസ് ഇപ്പൊ വരുന്നേ ഉള്ളൂ അല്ലേ? ഓരോരുത്തര് പറഞ്ഞേ, ക്ലിയർ ആണല്ലോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ അല്ലേ?